PMC പദ്ധതിയെ സംബന്ധിച്ച് ഇന്നലെ വളരെ വ്യക്തമായി വകുപ്പ് മന്ത്രിയെ ആധികാരികമായി സംശയ നിവാരണം വരുത്തിക്കൊണ്ട് അതിൻ്റെ വിശദീകരണം നടത്തിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ ഉള്ളത് LDF ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി അത് സംബന്ധിച്ച് അവരുമായി ചർച്ച ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഇന്നലെ തന്നെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് നിലപാടും വന്നു കഴിഞ്ഞു. ഇല്ല, അതെന്താണെന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുമ്പോൾ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ, LDF കൺവീനർ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രധാനമായിട്ടും മന്ത്രിസഭയിൽ ചർച്ച ചെയ്തല്ലേ മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ല, ഇത് പല ഘട്ടങ്ങളിൽ ഈ വിഷയങ്ങൾ സന്ദർഭത്തിനൊത്ത് ചർച്ചകൾക്ക് വരികയും അതിനകത്ത് വരുന്ന നോംസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നത് അംഗീകരിക്കാൻ പറ്റും, പറ്റാത്ത അംഗീകരിക്കാൻ പറ്റില്ല നിലപാട് അന്നും ഇന്നും എടുത്തിട്ടുള്ളത്. ഒരു നിലപാട് മാറ്റമാണ്, പ്രത്യേകിച്ച് ഇല്ല, നിലപാട് മാറി ഇല്ല നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇവർ കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തന്ത്രപരമായ ഇടപെടലെന്നാണ്. അല്ലല്ല, അത് പല രൂപത്തിൽ മാധ്യമങ്ങൾ നിങ്ങൾ കലാപരമായി ഇതൊക്കെ വ്യാഖ്യാനിക്കാം എടുക്കാനാണെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. മന്ത്രി പറഞ്ഞത് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് 1500 കോടി രൂപ നമുക്ക് ലഭ്യമാവുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ SSIയുടെ ഫണ്ട് ലഭിക്കാനും ഇതിൽ ഒപ്പിടേണ്ടത് അനിവാര്യമായി വന്നപ്പോൾ, അതേസമയത്ത് മറ്റേതെങ്കിലും തരത്തിൽ നയപരമായ മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന കാര്യം ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. അതിൻ്റെ എക്സാമ്പിളും അദ്ദേഹം പറഞ്ഞു. മുമ്പ് ഗാന്ധിജിയെക്കുറിച്ചുള്ള പാഠം ഒഴിവാക്കണം എന്ന് പറഞ്ഞിടത്ത് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതേപോലെ തന്നെ കേന്ദ്രം പറഞ്ഞിട്ടുള്ള അത്തരം വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാത്ത ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾക്കോ വിധേയമായിട്ടല്ല, മറിച്ച് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യത്തോട് ചർച്ച ചെയ്ത നിലപാടുകൾ തന്നെ എന്ന കാര്യം പറഞ്ഞുകൊണ്ട്, അതേസമയത്ത് ഇവർക്ക് ലഭിക്കാനുള്ള ഈ ഫണ്ട് നിഷേധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് സ്വീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതാണ് എൻ്റെ അഭിപ്രായം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതി എങ്ങനെയാണ് കാണുന്നത്? കൂടാതെ ഈ മുരാരി ബാബു ആളുടെ വീട് നിർമ്മാണം, ആഡംബര വീട് നിർമ്മാണം അടക്കം അന്വേഷണ പരിധിയിലേക്ക് വരുന്നില്ല. അത് ഓരോ ചോദ്യത്തിന് പറഞ്ഞുകൂടി പറയുക ജോസി. ഇപ്പോൾ കേട്ട വാർത്ത വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുളെങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ചത്. ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു. അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാൻ ആരായിരുന്നാലും എന്ന നിലയ്ക്ക് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം പോരുന്നത്, കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് ശബരിമല എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം. ആ നിലയിൽ സംസ്ഥാന സർക്കാർ എന്താണോ ആദ്യം പറഞ്ഞത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മറ്റ് ക്ഷേത്രങ്ങളിലും സമാനമായ ക്രമക്കേടുകളുണ്ട്, അതിലേക്കൊരു അന്വേഷണം മറ്റ് കേരളത്തിൽ ഏതെങ്കിലും ആധികാരികമായി തെളിവ് സഹിതം വരുന്ന കാര്യം ഇപ്പോൾ ഗുരുവായൂരിൽ ആദ്യം വന്ന് ശരിയല്ല എന്ന് അവർ ആധികാരികമായി തന്നെ പറഞ്ഞു. അവിടെ യാതൊരു രൂപത്തിലുള്ള ക്രമക്കേടോ ഒരു പണവയുടെ സ്വർണം പോലും അവിടെ നഷ്ടപ്പെട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അത് പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ തന്നെ പോയി പരിശോധിച്ചിട്ട് കൃത്യമായി കൊടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. വാർത്തകളൊന്നും വരുമ്പോൾ പലതിന് പുറമെ പലതായി വരും. പക്ഷേ ആധികാരികമായി അത് വിശദീകരിക്കേണ്ട ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ അതെ, അത് ഓഡിറ്റ് ചെയ്യേണ്ട വേണ്ട കാര്യത്തിൽ അങ്ങനെയുള്ളത് അവരെ പരിശോധിക്കാനും പറയാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ എവിടെ വന്നിരുന്നാലും നമ്മൾ പരിശോധിക്കാറുണ്ട്. അത് അതെല്ലാം ബോർഡാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാകുമ്പോൾ ആ ബോർഡാണ് അതൊക്കെ പരിശോധിച്ച് അത്തരം പ്രശ്നങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് നടപടിയൊക്കെ സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് അതിനൊരു അധികാരമില്ല. ഇപ്പോൾ ഈ ഉരുക്കിയ നിലയിലാണല്ലോ സ്വർണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയത്. നമ്മുടെ ശബരിമലയിൽ നിന്ന് മോഷണം പോയതാണെന്ന് തെളിയിക്കുന്നതിന് ശാസ്ത്രീയ പരിശോധനകളും മറ്റും വേണ്ടി. അല്ല, അത് SITയും അല്ല, അത് നമുക്ക് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ശരിയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ SIT ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിൻ്റെ മേൽനോട്ടമുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുറന്ന് എന്തൊക്കെയാണ് ചെയ്യുക, മറ്റൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് അന്വേഷണം നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നു. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് സ്പീഡിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കതിൽ സന്തോഷമുണ്ട്. സ്വർണം കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ഇനി അതാണോ മറ്റു കാര്യങ്ങൾ അവർ പരിശോധനയ്ക്ക് വരട്ടെ, ബാക്കി കക്ഷികൾ ആർക്കും ഉണ്ടെന്നെല്ലാം വരട്ടെ. നമുക്ക് കൃത്യമായി നമുക്കെല്ലാം അറിയാൻ അവകാശമുണ്ട്. ആരാണ് മോഷ്ടാക്കളെന്നും എവിടെയാണ് സ്വർണ്ണമെന്നും അത് തിരിച്ച് ശബരിമല എത്തിക്കണം. ആ ആഗ്രഹം നമ്മൾ അതുപോലെ തന്നെ
നിറവേറ്റുന്ന രൂപത്തിലേക്കാണ് ഗവൺമെൻറ് നിലപാടും കോടതി. ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ അത് ഭാവിയിൽ നമ്മൾ ഇത് സംബന്ധിച്ച് ഇതെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. മിസ്റ്റർ ഒറ്റ കാര്യങ്ങൾ, ഈ മുരാരി ബാബു പോറ്റി അവരുടെയൊക്കെ അനധികൃത ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പല ഇപ്പോഴും ദേവസ്വം ബോർഡിൽ ഇത്തരത്തിൽ അനധികൃതമായി പണം സമ്പാദിക്കുന്ന ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉണ്ട് എന്നുള്ള ചർച്ചകളും അത്തരത്തിൽ വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഈ ദേവസ്വം വിജിലൻസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ മുരാരി ബാബുവിനെ പോലെയോ അല്ലെങ്കിൽ പോറ്റിയെ പോലെയൊക്കെ അനധികൃത സ്വത്ത് സമ്പാദനമുള്ള ആളുകൾ എന്തെങ്കിലും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്? അത്തരത്തിലേക്കൊക്കെ അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തും? അത് ദേവസ്വമാണ് തീരുമാനിക്കേണ്ടത്, നമുക്ക് കയറി അത് ദേവസ്വം വകുപ്പല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ശബരിമലയെ സംബന്ധിച്ചോളം സംസ്ഥാന ഗവൺമെൻറ്റിന് സഹായിക്കുക എന്നുള്ളതല്ലാതെ ദൈനംദിന ഭരണത്തിലോ അതിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാനുള്ള അധികാരമോ അവകാശവും ഇല്ല. അത് പ്രത്യേകിച്ച് കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പം മുഴുവൻ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് അവിടെ പശ്ചാത്തല വികസനം എന്തൊക്കെ ചെയ്തു കൊടുക്കാവോ, തീർത്ഥാടനം വരുമ്പോൾ എന്തെല്ലാം സഹായം ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം, അത് അവരാവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കൊടുക്കൽ മാത്രമാണ്. മറിച്ച് അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഏതൊക്കെ ഉദ്യോഗസ്ഥൻ കൊള്ളരുതാത്തവൻ ഏതോ നല്ലത് എന്നൊക്കെ പറയണമെങ്കിൽ ആ ബോർഡിൻ്റെ ഭരണത്തിൽ ഇരിക്കുന്ന പ്രസിഡന്റിനോട് ചോദിച്ചെങ്കിൽ അത് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഇടപെടാൻ അധികാരവും അവകാശവും ഇല്ലാത്തൊരു കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാറില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം, എല്ലാവരും ക്ലിയർ ആണെന്നുള്ള അഭിപ്രായമൊന്നും നമുക്ക് ആർക്കും കാണുന്നില്ല. നല്ലവരുമുണ്ട്, അതേസമയത്ത് തെറ്റ് ചെയ്യുന്നവരുമുണ്ട്. അതെല്ലാ കൂട്ടത്തിലും ഉണ്ടെന്നുള്ളവർ അവരിലും കാണും. അത് കൃത്യമായി കണ്ടുപിടിക്കേണ്ടതാണെന്ന് നിങ്ങളുടെ വാദം അംഗീകരിക്കുന്നു.